You might be watching a lot of videos on internet saying that video editors jobs AI വന്നതിന്റെ ശേഷം റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവാണ് എന്നുള്ള രീതിയിൽ. Adapt to AI or AI edits Batman. Video editing jobs are changing. AI is replacing video editing. ഇതിന്റെ ആക്ച്വൽ റിയാലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് I did a whole lot of research. And with my 7 years of experience starting my career as a video editor to media head and then to marketing head, now I can break down the notion if the rumor is real or not. സിമ്പിളായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുക. There are two friends. ഒരാളുടെ പേര് ഗൂഗിൾ, മറ്റേ ആളുടെ പേര് സൂരജ്. രണ്ടുപേരും കോളേജ് കഴിഞ്ഞ് വീഡിയോ എഡിറ്റേഴ്സ് ആവാൻ വേണ്ടി തീരുമാനിച്ചു. ഗൂഗിളും സൂരജും ഒരേ സമയം അഡോബി ഷൂട്ടിലുള്ള അഡോബി പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, അതേപോലെ തന്നെ ഡാവിഞ്ചി റിസോൾവും നന്നായിട്ട് മാസ്റ്റർ ചെയ്തു. രണ്ട് കമ്പനിയിൽ രണ്ടുപേർക്കും ജോലിയും കിട്ടി. രണ്ടുപേരും അവരുടെ എഡിറ്റിംഗ് സ്കിൽസിൽ അതീവ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇവിടെ സൂരജ് എന്ന് പറയുന്ന എഡിറ്റർ ഒരു ലോങ് ഫോം വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 3 ദിവസം എടുക്കുമായിരുന്നു. ആൻഡ് വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാനേജർ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കറക്ഷൻസ് പറയുമായിരുന്നു. ആഫ്റ്റർ മൾട്ടിപ്പിൾ കറക്ഷൻസ് ആൻഡ് മിസ്റ്റേക്സ് വീഡിയോ 4-മത്തെയോ 5-മത്തെയോ ദിവസമായിരുന്നു അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാസം സൂരജിന് ആകെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് 6 to 8 ലോങ് ഫോം വീഡിയോസ് മാത്രമാണ്. ഒബ്വിയസ്ലി സൂരജ് ഫ്രസ്ട്രേറ്റഡ് ആണ്. മാനേജറോട് വാക്ക് തർക്കവും അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. സൂരജിന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും കറക്ഷൻസ് വരുന്നത്, ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഓൺ ദ അതർ സൈഡ് മാനേജർ വാസ് ഓൾസോ തിങ്കിങ് സൂരജ് തരുന്ന വീഡിയോ ഔട്ട്പുട്ട് യൂട്യൂബിൽ പെർഫോം ചെയ്യുന്നില്ല, അതേപോലെ തന്നെ റിസൾട്ട്സും കുറവാണ്. അറ്റ് ദ സെയിം ടൈം ഗൂഗിളിന്റെ സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗൂഗിളും സൂരജിനെ പോലെ തന്നെ ഒരു ലോങ് ഫോം വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് 3 to 4 ദിവസം തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും വീഡിയോ റിജക്റ്റ് ആവുന്നുണ്ട്, കറക്ഷൻസ് പറയുന്നുണ്ട്, മിസ്റ്റേക്സ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ റിസൾട്ട്സും കുറവാണ്. പക്ഷേ ഗൂഗിൾ ഡിഡ് സംതിങ് ഡിഫറെന്റ്. ഗൂഗിൾ മാനേജറോട് കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. സംതിങ് ലൈക്ക് ഗൂഗിൾ ചെയ്യുന്ന വീഡിയോ, ഹൂ ഇസ് ദിസ് വീഡിയോ ഫോർ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് വീഡിയോ, വാട്ട് ഷുഡ് ബി ദ ടേക്ക് അവേ ഫോർ ദ ഓഡിയൻസ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് മാനേജറോട് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ഹി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ടു ദ പ്ലാറ്റ്ഫോം വേർ ദ വീഡിയോ ഈസ് അപ്ലോഡഡ്. അങ്ങനെ നോക്കിയ സമയത്ത് ചില വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്, ചില വീഡിയോസിന് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ബ്രേക്കിംഗ് ഡൗൺ വാട്ട് വെന്റ് റോങ്, വാട്ട് വെന്റ് റൈറ്റ്. അങ്ങനെ ഗൂഗിൾ യൂട്യൂബിന്റെ പല മെട്രിക്സുകളും ശ്രദ്ധിക്കാൻ തുടങ്ങി. നോക്കിയ സമയത്ത് ഗൂഗിളിന് മനസ്സിലായി ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഹുക്ക്, കോണ്ടെക്സ്റ്റ്, വാല്യൂ, കോൾ ടു ആക്ഷൻ അങ്ങനെ എല്ലാം വേണമെന്നും, കൂടാതെ ഗൂഗിൾ ചെയ്യുന്ന ചില വീഡിയോസിന് വ്യൂസ് കൂടാൻ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഓഡിയൻസ് സൈക്കോളജി, അതിൻ്റെ കോണ്ടന്റ് സ്ട്രാറ്റജിയുമാണ് അതിനെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത്. ഗൂഗിൾ അതിന് വേണ്ടിയിട്ട് ഡേ നൈറ്റ് അതിൻ്റെ മേലെ ഇരുന്നു. കൂടാതെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഗൂഗിൾ AI ടൂൾസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഹിഗ്സ്ഫീൽഡ്, ക്ലൗഡ്, റൺവേ തുടങ്ങി ഒരുപാട് AI ടൂൾസ് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എഡിറ്റിംഗിലെ ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളും AI വെച്ചിട്ട് ഫാസ്റ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഗൂഗിൾ മനസ്സിലാക്കിയപ്പോഴാണ് ഗൂഗിളിന് കമ്പനിയുടെ ഉള്ളിൽ നല്ല രീതിയിൽ ആക്സെപ്റ്റൻസും പെർഫോമൻസ് ഹൈ ആവാനും അതേപോലെ തന്നെ പ്രൊമോഷന് വരെയുള്ള സാധ്യതകൾ തുറന്നു വന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗൂഗിൾ ഹാസ് സ്റ്റാർട്ടഡ് തിങ്കിങ് ലൈക്ക് എ ക്രിയേറ്റീവ് ഡയറക്ടർ ഹിയർ. ഗൂഗിൾ ജസ്റ്റ് എഡിറ്റിംഗിൽ മാത്രം ഒതുങ്ങാതെ ഹി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻ ടു പ്രീ പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. അവിടെ ഏത് രീതിയിൽ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലെ ഡിസ്കഷൻസും ടീമിന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. AI ടൂൾസ് എക്സ്പ്ലോർ ചെയ്യാനും മാസ്റ്റർ ചെയ്യാനും തുടങ്ങിയത് കൊണ്ട് തന്നെ ഗൂഗിളിന് ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് 25+ വീഡിയോസ് ആണ്. നൗ ലെറ്റ്സ് ഡൈവ് ഇൻ ടു വെർ വി ഹാവ് സ്റ്റാർട്ടഡ്. Suraj and Google started with the same skills, same creativity, same tools. പക്ഷേ തിങ്കിങ് വാസ് ഡിഫറെൻറ്റ്. ഓൾസോ ലേൺ ചെയ്യാൻ സൂരജ് റെഡി ആയിരുന്നില്ല, അതേസമയം ഗൂഗിൾ വാസ് റെഡി ഫോർ ദാറ്റ്. ഇനി നിങ്ങൾ പറ, നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൂരജിനെ പോലെ ഒരു എഡിറ്റർ ആണോ നിങ്ങൾ ആഗ്രഹിക്കുക, അതോ ഗൂഗിളിനെ പോലെ ഒരാളെയാണോ നിങ്ങൾ ഹയർ ചെയ്യുക? ശരിക്കും AI അല്ല വില്ലൻ. ദ റിയൽ കോൺഫ്ലിക്ട് വിൽ ബി ബിറ്റ്വീൻ ദ എഡിറ്റർ ഹൂ അഡാപ്റ്റഡ് AI ആൻഡ് ദ വൺ ഹൂ ഡസൻറ്റ്. AI ഇസ് നോട്ട് സംതിങ് ടു ഫിയർ, പക്ഷേ യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ്. ഇമാജിൻ ദിസ് വേ, കാൽക്കുലേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ആൾക്കാർ കണക്ക് കൂട്ടിയിരുന്ന രീതികൾ വേറെയായിരുന്നു. കാൽക്കുലേറ്റർ വന്നപ്പോൾ അത് ഈസിയർ ആൻഡ് ഫാസ്റ്റർ ആയി എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ ഇവിടെ ക്രിയേറ്റീവ് ജോബ്സിനെ AI ടേക്ക് ഓവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജോബ്സ് ആക്ച്വലി ഈസിയർ ആൻഡ് ഫാസ്റ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. യു ക്യാൻ ആക്ച്വലി സോൾവ് ബിഗർ പ്രോബ്ലംസ്. അതിന് നിങ്ങൾ അപ്സ്കില്ല് ചെയ്യാൻ റെഡി ആവണം, ലേൺ ചെയ്യാൻ റെഡി ആവണം. ക്രിയേറ്റർ എക്കോണമി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം വീഡിയോ എഡിറ്റേഴ്സിന്റെ ഡിമാൻഡ് ഇസ്
എക്സ്പൊണൻഷ്യലി ഹൈ. കമ്പനീസ് സ്ട്രഗിൾ ചെയ്യാണ് നല്ല വീഡിയോ എഡിറ്റേഴ്സിനെ കിട്ടാനായിട്ട്. അവർക്ക് വേണ്ടത് ഒരുപാട് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു എഡിറ്റർ മാത്രമായിട്ടല്ല, അവർക്ക് വേണ്ടത് കോണ്ടന്റ് സ്ട്രാറ്റജിയും സ്റ്റോറി ടെല്ലിങ്ങും ഓഡിയൻസ് സൈക്കോളജിയും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ ബേസിക്സ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോബ്ലം സോൾവറെയാണ്. ആൻഡ് ഓൾസോ ഹു ഓൺസ് ദ റിസൾട്ട്സ്, മെട്രിക്സ് ആൻഡ് ഗ്രോ. ആൻഡ് ഐ ജെനുവിൻലി ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന്. പ്ലീസ് ലീവ് എ കോമെന്റ് ബിഫോർ യു ലീവ് ആൻഡ് വി വിൽ സീ യു ഇൻ അനദർ വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച്.